ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ ആഴ്ച രണ്ട് സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ആവുകയാണ്. ഓഗസ്റ്റ് 4-ാം തീയതി പോക്കോ M8 പവർ ഫ്ലിപ്കാർട്ടിലും ഓഗസ്റ്റ് 6-ാം തീയതി റെഡ്മി നോട്ട് 17 ആമസോണിലും. രണ്ടും കാഴ്ചയിൽ രണ്ടുപോലെ ഇരിക്കുമെങ്കിലും ആക്ച്വലി ഇത് രണ്ടും ഒന്നാണ്. ഷവോമി എന്ന് പറഞ്ഞ പാരന്റ് കമ്പനിയുടെ സബ് ബ്രാൻഡുകളാണ് പോക്കോയും റെഡ്മിയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോണുകളുടെയും ബാക്ക് കവറിലുള്ള ഡിസൈൻസിൽ മാത്രമാണ് ഡിഫറൻസ്. ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പോണൻസ് എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം ആണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഓവ് ചെയ്ത iQOO Z11 ലൈറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വിവോ T5 ലൈറ്റും Z11 ലൈറ്റും സെയിം ആണ്. ജസ്റ്റ് ബാക്കിലുള്ള ലോഗോ മാത്രമാണ് അവർ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടത്തേക്കാളും കുറച്ച് ഭേദമാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക്. അറ്റ്ലീസ്റ്റ് ബാക്ക് കവർ ടോട്ടലി അവർ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോക്കോ M8 പവറിൻ്റെയും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 17ൻ്റെയും വിശേഷങ്ങളാണ്. ഓൾറെഡി റെഡ്മി നോട്ട് 17 ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. റേറ്റുകൾ പക്ഷേ അവിടത്തെ നോക്കുമ്പോഴത്തേക്ക് നല്ല ലാഭത്തിനാണ് നമുക്ക് ഈ ഫോണുകൾ കിട്ടുന്നത്. അതായത് 6GB 128-ന് 18,450, 8GB 128-ന് 21,300, 8GB 256-ന് 24,100 രൂപയുമാണ് കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ ചൈന നമ്മുടെ യുവാൻ ഞാൻ ഇങ്ങോട്ട് എന്താ പറയുക INR-ലോട്ട് കൺവേർട്ട് ചെയ്തപ്പോഴാണ് ഈ റേറ്റുകൾ കിട്ടിയത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 25,000 മുതൽ 30,000 വരെ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു 20,000-ന് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫർ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറൊക്കെ വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 6GB 128 നല്ലൊരു ഡീൽ എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. 6.9 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. എന്നാൽ കമ്പനി പറയാതെ പറയുന്നത് 7 ഇഞ്ച് എന്നാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 6.9 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 17.75 സെന്റിമീറ്റേഴ്സ് ആണ്. എന്നാൽ 7 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 17.78 ആണ്. അതായത് ഒരു 0.03 സെന്റിമീറ്റർ മാത്രമാണ് ഡിഫറൻസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 7 ഇഞ്ച് എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കൂടാതെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്, 1800 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബെസൽലെസ് വിത്ത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് ആ ഒരു റെഡ്മി ആയിക്കോട്ടെ, ഇനി അതല്ല പോക്കോയിലാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. ഇനി പ്രോസസറിലേക്ക് വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 4 പ്രോസസറാണ് ഇവിടെ കാണാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു പ്രോസസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇപ്പോൾ 20,000-നാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ Dimensity 6300 ആണ് എന്താ പറയുക എതിരെ വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഫാർ ബെറ്റർ ആണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 4 Gen 4 എന്നുള്ളതിൽ വേറെ ഒരു സംശയമല്ല. 630K+ ANTUTU സ്കോർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് 6,30,000-ന് മുകളിൽ. കൂടാതെ റാം ടൈപ്പ് നോക്കുകയാണെങ്കിൽ LPDDR4X ആണ്. സ്റ്റോറേജിലേക്ക് വരുവാണെങ്കിൽ UFS 2.2 ആണ് ഇവിടെ കാണാൻ സാധിക്കുക. സോ ഈ ഒരു റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു 20,000-ന് കിട്ടുവാണെങ്കിൽ ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ 25,000-നകത്ത് കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് സത്യം പറഞ്ഞാൽ നോർമലി നമുക്കിപ്പോൾ റെഡ്മി ആയിക്കോട്ടെ പോക്കോ ആയിക്കോട്ടെ ഈ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 15,000 രൂപയ്ക്ക് കിട്ടേണ്ടതാണ് പണ്ട്. എന്നാൽ ഇപ്പോൾ അത് ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രോസസർ ടെക്നോളജി നോക്കുമ്പോഴത്തേക്ക് 4nm ആണ്. Dimensity എന്ന് പറയുമ്പോഴത്തേക്ക് 6nm. ഓഫ് കോഴ്സ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 4 Gen 4 തന്നെയായിരിക്കും ഫാർ ബെറ്റർ കേട്ടാ. ഇനി ക്യാമറ സൈഡിലേക്ക് വരുവാണെങ്കിൽ 50MP റെയർ ക്യാമറയും 8MP ഫ്രണ്ട് ക്യാമറയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. 8000 mAh ബാറ്ററി കപ്പാസിറ്റി നമുക്കിവിടെ ഉണ്ട്. ഇവർ കമ്പനി അവകാശപ്പെടുന്നത് 3 ദിവസം നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഉപയോഗിക്കാന്നുള്ളതാണ്. കൂടാതെ 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും, അതായത് ചാർജർ അടക്കം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. 22.5 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 8 മണിക്കൂർ നമുക്ക് ഈ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മൾ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് ഈ പവർ ബാങ്ക് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ 8 മണിക്കൂർ നമുക്ക് ആ ഒരു ഡേ ഫുള്ള് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും നമ്മുടെ റെഡ്മി നോട്ട് 17ൻ്റെയും അതുപോലെ തന്നെ പോക്കോ M8 പവറിനെയും കുറിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വന്നത്. ഉറപ്പായിട്ടും ഓഗസ്റ്റ് 4-ാം തീയതി പോക്കോ M8 പവറിന്റെ റേറ്റ് എത്ര രൂപയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഓഗസ്റ്റ് 6-ാം തീയതി നമ്മുടെ റെഡ്മി നോട്ട് 17ൻ്റെയും ആ ഒരു റേറ്റുകളും അതുപോലെ തന്നെ വേരിയൻസ് എന്തായാലും ഈ ഒരു 6+128, 8+128, 8+256 എന്നുള്ളിൽ വേറൊരു സംശയമില്ല. അപ്പോൾ റേറ്റുകളാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് 20,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫറും ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറും ഒക്കെ വെച്ചിട്ട് കിട്ടുവാണെങ്കിൽ നല്ലൊരു ഡീലാണ്. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ മതി 20,000 രൂപയ്ക്ക് ഒരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ. അതർവൈസ് എന്താ പറയുക ഒരു 25,000 രൂപയ്ക്ക് അകത്തായിരിക്കാം ഇത് കിട്ടുക. ഇനി അറിയത്തില്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ആ ഒരു റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ 30,000 രൂപ വരെയും പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ചൈനയിൽ ആ ഒരു റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 20,000 രൂപയ്ക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും റെഡ്മി നോട്ട് 17 ആയിക്കോട്ടെ നിങ്ങൾക്ക് ആമസോണിൽ ലാഭകരമായിട്ട് കിട്ടുന്നെങ്കിൽ അവിടെ നിന്ന് മേടിച്ചോളൂ. പോക്കോ M8 പവർ ആമസോണിൽ നമ്മളെ റെഡ്മി നോട്ട് 17-നേക്കാളും വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചോളൂ. പിന്നെ
ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 8 വരുവാണ്. സോ ഈ രണ്ട് പ്രോഡക്റ്റുകളും നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സെയിൽ എന്തായാലും അവൈലബിൾ ആവും. സോ ചിലപ്പോൾ ആ ഒരു ഓഫറിൽ നമുക്ക് ഈ രണ്ട് ഫോണുകളും സെയിലിന് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റെഡ്മി നോട്ട് 17ന്റെയും പോക്കോ M8 പവറിന്റെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.